എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൊമെന്റ് ഒക്കെ നൽകിയതിന് ശേഷം ആൻമരി ആ കാര്യം അനൗൺസ് ചെയ്യുന്നേ. അമ്മായിമ്മ മരുമകൾക്കായിട്ട് ഒരു സമ്മാനം കരുതിയിട്ടുണ്ട്. മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിങ് എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന ഒരു അമ്പലപ്പോട് കൂടി ദേവേനെ നോക്കുകയാണ്. പെട്ടെന്ന് ദേവേനെ അവിടെ ഇരുന്ന ജ്വല്ലറി ബോക്സ് എടുത്തു. അതിനകത്തുനിന്നൊരു ഡയമണ്ട് നെക്ലേസ് എടുക്കുകയാണ്. ആ നെക്ലേസ് എടുത്ത് നയനയുടെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കുക. ഈ ഒരു കാഴ്ച കണ്ടതും അവിടെ നിന്ന് എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് ആൻമരി പറഞ്ഞു, കണ്ടില്ലേ എത്ര സ്നേഹമാണ് അമ്മായിമ്മയ്ക്കും മരുമോളോട്. രണ്ടുപേരും ഇങ്ങനെ കുറെ കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശംസിക്കുകയാണ്. പിന്നീട് ആൻമരി പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നയന മാഡം, ഇത് ഞങ്ങളുടെ ഈ സംഘടനയുടെ അംഗത്വം നേരണമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, എനിക്ക് അംഗത്വം നേടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു സ്ഥാനമാനങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്നൊക്കെ പറയണം. ഈ സമയം ദേവേനി ആൻമരിയോട് പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറയണേ. അല്ല എന്താ ആന്റിക്ക് എന്താ റിക്വസ്റ്റ് എന്ന് ചോദിക്കാം. തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ വീഡിയോ പിടിച്ച കാര്യങ്ങളൊന്നും ചാനലിനകത്ത് ഇടല്ലെന്ന് പറയണം. അയ്യോ അതെന്താ ആന്റി അങ്ങനെ പറയണേ. അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, ഞാനും നയനമോളും കൂടെ ഒന്നിച്ചെന്ന് വേറെ ആരും അറിയാൻ പാടില്ല. ഇപ്പൊ ജയേട്ടനാണെങ്കിലും ആദർശാണെങ്കിലും അവരൊന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് അറിയണ്ട, അവർ പിന്നീട് അറിഞ്ഞാൽ മതി. എന്നെ കുറേയിട്ട് വട്ടം ചുറ്റിച്ചല്ലേ, അതുകൊണ്ട് ആരും ഇപ്പൊ അറിയണ്ടെന്ന് പറയണം. ഇനിയിപ്പം ചാനലിനകത്ത് കൊടുക്കാനായിട്ട് മോളുടെ വേണമെങ്കിൽ മൊമെന്റ് പിടിച്ചോണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ മതിയെന്ന് പറയണം. ശരി, അങ്ങനെ ആന്റിയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയണം. അല്ല ഇനി എന്താ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് ചോദിക്കാം. ഇനി മോളെ കൂട്ടിക്കൊണ്ട് എനിക്ക് പോകണം, പുറത്ത് പോയി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. അങ്ങനെ ഞങ്ങളൊന്ന് ചുറ്റി അടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം എന്നുള്ളതെന്ന് പറയണം. ഇത് കേട്ടപ്പം ആൻമരി പറഞ്ഞു, ആ കൊള്ളാലോ, അങ്ങനെ മരുമോളെ സ്നേഹിച്ചു കൊല്ലല്ലേന്ന് ചോദിക്കണം. അതെ, ഇനിയാണ് ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കാൻ പോണെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് നയനയുടെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് കിടങ്ങി പോരുവാണ്. പിന്നീട് അവര് നേരെ ഒരു ജ്യൂസ് കടയിലേക്കാണ് പോയത്. അവിടെ പോയി ജ്യൂസ് കുടിക്കുവാണ്. ഈ സമയം നയന ദേവേനെ നോക്കി ചിരിക്കുവാണ്. പെട്ടെന്ന് ദേവേനെ ചോദിച്ചു, അല്ല നീ എന്താ മോളെ എന്നെ നോക്കി ചിരിച്ചെന്ന് ചോദിക്കുക. ഞാൻ ആലോചിച്ചതായിരുന്നു, മുമ്പ് അമ്മ എങ്ങനെയായിരുന്നു, എന്നെ കണ്ണെടുത്താ കാണത്തില്ലായിരുന്നു, എന്തൊരു ദേഷ്യമായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയായിരുന്നു, പക്ഷെ മോളോട് എങ്ങനെ എന്റെ സ്നേഹം പ്രകടിപ്പിക്കണം അല്ലെ കാണിക്കണം എന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ഒളിച്ചും പാത്തുമല്ലായിരുന്നു മോളോട് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയത് അമ്മയുടെ കാര്യത്തിൽ എന്ന് പറയണം. അതെന്നൊക്കെ പറഞ്ഞ് ദേവേനി ഇരിക്കുകയാണ്. ഈ സമയം നയന പറഞ്ഞു, എനിക്ക് എത്രമാത്രം ആഗ്രഹമായിരുന്നറിയോ അമ്മ എന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയണം. അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ടെന്ന് പറയണം. ദേവേന പറഞ്ഞു, വൈകിയാണെങ്കിലും അതൊക്കെ സംഭവിച്ചല്ലോ, ഞാൻ എന്തൊരു ദുഷ്ടയല്ലേ മോളെ, എന്നോട് മോൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. ദേഷ്യമോ എന്തിന്, അങ്ങനെയൊന്നുമില്ല, ഒറ്റ മോനല്ലേ ആദർശേട്ടൻ, അപ്പൊ ആദർശനോടുള്ള സ്നേഹം കൊണ്ട് അമ്മ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നേ, എനിക്കത് നന്നായിട്ട് അറിയായിരുന്നു, എനിക്ക് അതുകൊണ്ട് അമ്മയോട് ഒരു ദേഷ്യമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേന പറഞ്ഞു, ശരിയാ, പക്ഷെ ഇനിയിപ്പം അനിയുടെ ജീവിതവും നവ്യയുടെ ജീവിതം കൂടെ ഒന്ന് നേരെയാക്കണം എന്ന് പറയാ, രണ്ടുപേരുടെയും ജീവിതം. ഇത് കേട്ടതും നയന പറഞ്ഞു, അത് ശരിയാ അമ്മ പറഞ്ഞത്, പാവ അനി, അവന് ഇങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നല്ലോ ഒരിക്കലും കിട്ടേണ്ടിയിരുന്നെന്ന് പറയണോ. ഇത് കേട്ടതും ദേവേന പറഞ്ഞു, അത് ശരിയാ, കുറെ കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലാക്കി വരുക, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അനാമികയുടെ അച്ഛനും അമ്മയും കൂടെയാണ് അവളെ ഈ വഷളാക്കി വിടുന്നത്. കാരണം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് നടത്തേണ്ട ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് അവളെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതെ പോയി നേരത്തെ, അതാ ഇപ്പോഴെങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയണം. ഈ സമയം നന്ദു ഭയങ്കര സന്തോഷത്തോടുകൂടി കനകയുടെ ഗോവിന്ദന്റെ അടിയിലേക്ക് ഓടി ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ അച്ഛാന്നൊക്കെ പറയണം. എന്താ മോളെ, ഇതേ നയനേച്ചി മൊമെന്റേയും പിടിച്ചോണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നോക്കി, ഇത് അവാർഡ് ദാന ചടങ്ങിന് ശേഷമുള്ള ഫോട്ടോസാന്ന് തോന്നേ, അവാർഡ് ട്രോഫിയും കൈ പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ മോൾക്ക് ഇങ്ങനെയുള്ള സൗഭാഗ്യമൊക്കെ ഉണ്ടാവുന്നു. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. നന്ദു പറഞ്ഞു, ഇനി മിക്കവാറും കണ്ടോ ഇതിന്റെ ഒരു ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയണം, ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്ന് പറയാം. കനക പറഞ്ഞു, ഇതെങ്കിലും കണ്ടെങ്കിലും മോളെ ഒന്ന് അമ്മായിമ്മ അംഗീകരിച്ചാൽ മതിയായിരുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, പണ്ടത്തെ പോലെ ഒന്നും അല്ലമ്മേ, എനിക്ക് തോന്നേ
കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ അമ്മായിമ്മയ്ക്ക് മരുമോളോടുണ്ടെന്ന് തോന്നേ. മുമ്പഴത്തെ ആ ദേഷ്യമൊന്നും ഇപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കുന്നില്ല. പോരാത്തതിന് നയനടുത്തൊരു കാര്യത്തിൽ ഇത്തിരി താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയണം. ആ സമയത്താണ് കനക ആ കാര്യം ശ്രദ്ധിക്കുന്നത്. മോളെ, നീ ഇത് കണ്ടോ? നയനയുടെ കഴുത്തിൽ പുതിയൊരു മാല കിടക്കുന്നു, ഡയമണ്ട് ആണെന്ന് തോന്നിയെന്ന് പറയണം. ഗോവെന്ന് പറഞ്ഞു, ഡയമണ്ട് ഒക്കെ പ്രസന്റ് ആയിട്ട് കൊടുക്കുമെന്ന് ചോദിക്കാം. അറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലോ, അങ്ങനെ സംഘടന കൊടുക്കണമെന്ന് നമുക്കറിയത്തില്ലോ എന്ന് പറയാം. എന്നാലും ഗോവിന്ദൻ അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സമയം നന്ദു പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ചേച്ചിനെ കൊണ്ട് ചെലവ് ചെയ്യിക്കണം. ഗോവിന്ദൻ പറഞ്ഞു, എന്തിനാ മോളെ പാവത്തിന്റെ കയ്യിലിരിക്കുന്ന പണമൊക്കെ പൊടിക്കണം എന്ന് ചോദിക്കുക. പിന്നെ ചേച്ചിയാ പണം പൊടിക്കുന്ന ആള്. ചേച്ചി അത്യാവശ്യം പിശുക്ക് തന്നെ, ആവശ്യമുണ്ടെ മാത്രം പണം എടുത്ത് ചെലവാക്കാറുള്ളെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനയാണ്ട് ചിരിക്കുവാണ്. ഈ സമയത്ത് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നയനയോട് ദേവേന ചോദിച്ചു, അല്ല മോളെ, ഇനി നമ്മൾ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാം. അതെന്താ? ഇപ്പോഴങ്ങോട്ടേക്ക് പോയൊരു രസമില്ല. തൽക്കാലത്തേക്ക് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച കാര്യം അറിയണ്ട. നമുക്ക് രണ്ടുപേർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിലേ പുറത്തെവിടെയും ചുറ്റിയടിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാം. ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലണോന്ന്. ആദർശേട്ടന് സംശയം തോന്നുമോ? സംശയമൊന്നും തോന്നത്തില്ല. ഇനിയിപ്പൊ അവൻ വിളിക്കുവാണെങ്കിൽ മോൾ എന്തേലും കള്ളത്തരം പറഞ്ഞാൽ മതി എന്ന് പറയണം. അത് ശരിയാ, അത് ഞാൻ ഏറ്റു. ഇനിയിപ്പം അമ്മയുടെ കൂടെ പുറത്ത് ഇറങ്ങി കിട്ടിയ ഒരു അവസരമല്ലേ, ഈ അവസരം നമുക്ക് മാക്സിമം വിനിയോഗിക്കാന്നൊക്കെ പറയണം. ഒരു കാര്യം ചെയ്യാൻ പോണേ, നമുക്കിനി നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ പിന്നീട് ജ്യൂസ് കടയിൽ നിന്ന് നേരെ ദേവേനും നയനയും കൂട്ടിക്കൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയത്. അവിടെ ചെന്ന് നയനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാരിയാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. പിന്നീട് ഓരോന്നൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടമ്മേ, പക്ഷെ ഇങ്ങോട്ടെങ്ങാനും ആരെങ്കിലും വന്നാ, നമ്മളെ അറിയുന്ന ആരെങ്കിലും വന്നാൽ തീർന്നില്ല, വീട്ടിലുള്ള ആരെങ്കിലും. അതാണ് ആ കാര്യം. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവർ ഈ ഷോപ്പിലേക്ക് അങ്ങനെ വരത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ ഒഴിഞ്ഞ കോണിലുള്ള ഈ ഷോപ്പ് ഞാൻ തിരഞ്ഞെടുത്തേ. അവർ ഈ ഷോപ്പിൽ നിന്ന് സാധനം മേടിക്കുന്നതല്ലെന്ന് പറയും. അതുകൊണ്ട് ആ കാര്യത്തിൽ മോൾക്ക് പേടി വേണ്ടെന്ന് പറയണം. ശരി. അങ്ങനെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചിട്ടൊരു സാരി സെലക്ട് ചെയ്യുവാണ് നയനയ്ക്ക് വേണ്ടിയിട്ട്. പിന്നീട് നയന പറഞ്ഞു, ഇനി അമ്മയ്ക്ക് അത് സെലക്ട് ചെയ്യാന്ന് പറയണം. അങ്ങനെ 1-2 സാരി നോക്കിയതിന് ശേഷം നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു സാരി ദേവേനയ്ക്ക് വേണ്ടി നയന സെലക്ട് ചെയ്തു. അങ്ങനെ അവർ ക്യാഷൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ഇറങ്ങി ഇരുന്നപ്പോഴത്തേനും ദേവേന ചോദിച്ചു, ഇനി അടുത്ത പ്ലാൻ എന്താ? അല്ല, ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവർ വീണ്ടും പോവാണ്. ഈ സമയം ടി വിക്കകത്ത് നയന മൊമ്മൻ്റെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരുവാണ്. നബി അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കുമാണ് ജാനകിയും ജലജയും അനാമികയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നബി പെട്ടെന്ന് പറഞ്ഞു, നോക്ക് അതെ, എന്റെ അനിയത്തി നയന സമ്മാനം മേടിക്കുന്ന, അവാർഡ് മേടിക്കുന്ന വീഡിയോ ഒന്ന് കാണാൻ പറയണേ, കണ്ണ് തുറന്ന് കാണാൻ പറയണം. ജലജ പറഞ്ഞു, ഇതിനകത്ത് ഇപ്പൊ എന്താ അതിപ്പം കാണാതിരിക്കുന്നേ? കാണാൻ പറ്റുമൊന്ന്. അതെ, നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ അസൂയല്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കൂന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മോനും പണ്ട് തൊട്ടുള്ളൊരു സ്വഭാവം അത്. പട്ടി തൊട്ട് പുല്ല് തിന്നുവല്ല, പശുവിനെ തീറ്റിക്കലെന്ന് പറഞ്ഞോലെ. എന്തിനാ വെറുതെ അസൂയപ്പെട്ട് നടക്കണേന്ന് ചോദിക്കാം. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അടങ്ങി ഒതുങ്ങി വല്ലയിടത്തും പല രാമനാമമായിട്ട് ഇരുന്നാ പോരെ. മറ്റുള്ളവർ കുറ്റം പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. എടി, നിന്നെ ഞാനുണ്ടല്ലോ, എന്ത് ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം. ഈ സമയം അനാമി പറഞ്ഞു, പിന്നെ അവൾക്ക് ഇനിയിപ്പം ഈ മൊമെന്റ് കിട്ടിയ എന്നോട് അഹങ്കാരം ചാടിയായിരിക്കും കാണിക്കാൻ പോകുന്നു പറയാം. നബി പറഞ്ഞു, അതേടി, അങ്ങനെ തന്നെ കാണിക്കും. എന്റെ അനിയത്തി ഇത്തിരി അഹങ്കാരം കാണിച്ചെന്ന് ഓർത്തിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അനാമി പറഞ്ഞു, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പണം കൊടുത്ത് അവാർഡ് മേടിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാലെന്ന് പറയണം. അതെ, പണം കൊടുത്ത് മേടിക്കും നീയും നിന്റെ അച്ഛനുമാ. പക്ഷെ എന്റെ നായനയ്ക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. അവൾക്ക് അർഹതപ്പെട്ട അംഗീകാരം തന്നെ കിട്ടിയിരിക്കണമെന്ന് പറയാം. ജാനകി പറഞ്ഞു, എന്താ അർഹതപ്പെട്ട അംഗീകാരം? എന്തിനു കൊള്ളാന്ന് പറയണം. ഈ സമയം ജലജ പറഞ്ഞു, നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നേ? നിന്റെ അനിയത്തി ഈ അവാർഡെങ്കിലും മേടിച്ചു, നിന്നെ കൊണ്ട് ഇതിനെങ്കിലും കൊള്ളാവോ? ഒരുങ്ങി കെട്ടി മുറി കയറിയിരിക്കുന്നല്ലാതെ 10 പൈസയോട് ഉപകാരമുണ്ടോ? അവളിപ്പോ കമ്പനി ജോലിക്കാരിയാണ്, പോരാത്തിനിപ്പോ അവാർഡൊക്കെ മേടിച്ചു കൂട്ടുന്നു. നീയോ മുറിക്കകത്ത് സൗന്ദര്യ മത്സരത്തിന് പോകാനിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അതല്ലേ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് കേട്ടതും നബി വിട്ടുകൊടുക്കുക. നബി പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മോൻ കുറെ അങ്ങോട്ട് ഉണ്ടാക്കിത്തും കൊണ്ട് തരുന്നുണ്ടല്ലോ. അവന് ജോലി കിട്ടുന്ന പൈസ അവന് ദൂരത്തിന് പോലും ചിലവിന് കിട്ടും തികയുന്നില്ല. അവസാനം അതുകൂടാതെ അല്ല ചില്ലറ മോഷണം കൂടെ അവൻ നടത്തുന്നുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം. ഇത് കേട്ടതും ജലജയുടെ മുഖം കൊണ്ട് വിളറി വെളുത്തു. ഈ സമയം അനാമി പറഞ്ഞു, അതെ, നീ കൂടുതൽ കളിക്കൊന്നും വേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു, നീ എന്താടി പറഞ്ഞേ? അതേ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുവാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞേ, അനാമിക മോളെ എന്തേലും പറഞ്ഞാണ്ടല്ലോ, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവളുടെ തനി സ്വരൂപം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ആദ്യം ഇവളെ ഇവിടുന്ന് പുറത്താക്കുന്ന മുത്തശ്ശനായിരിക്കും എന്ന് പറയണം. ഇവളുടെ തനി സ്വരൂപത്തെ കുറിച്ച് നിൽക്കൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാ. ഇവൾ ആരാ എന്താ ഏതാന്നൊക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്നെ കൂടെ പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നബി അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം ജാനകി എന്താ മോളെ അവളെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കാം. എന്റെ അമ്മേ, അവള് ചുമ്മാ
വാവായ കോടാലി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഇതല്ല ഇതിലപ്പുറം പറയുമെന്ന് പറയണം. ജലജ പറഞ്ഞ് രണ്ടെണ്ണത്തിനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം, എങ്കിലും ഇവിടെ സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. അത് അധികം വൈകാൻ നടക്കും അപ്പച്ചി, അപ്പച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം. ഈ സമയം നയനും ദേവേനും കൂടെ കാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നയനയോട് ദേവേനു പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുക. അല്ല പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത്, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, വല്ല കാലത്തല്ലേ പുറത്തിറങ്ങുന്നേ, നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് പോകാന്ന് പറയാണ്. ദേവേനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ഇപ്പം മരുമോളെ എങ്ങനെ സ്നേഹിക്കണം എന്നറിയത്തില്ല, അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതും അവളെ കൊണ്ട് പുറത്തു പോകാനായിട്ട് ഉത്സാഹം കാണിക്കുന്നതൊക്കെ. പിന്നീട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് പണ്ടത്തെ പോലെ ഒന്നുമല്ല, എന്റെ മോനേക്കാളും കൂടുതൽ ഇഷ്ടം, ഒരു പടിയും കൂടി ഇഷ്ടക്കൂടുതൽ നിന്നോടാന്ന് പറയാണ്. ഒരു പക്ഷെ എന്റെ മോനാണെ പോലും എനിക്ക് കരള് പകത്ത് നിൽക്കുന്ന കാര്യത്തിൽ രണ്ടാമതും ചിന്തിക്കും, പക്ഷെ നീ അതുപോലും ഉണ്ടായില്ലല്ലോ, അത്രയ്ക്ക് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ നീ ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയധികം സ്നേഹിക്കണേന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന പറഞ്ഞു, ഇനിയിപ്പോ കമ്പനിയിലേക്ക് ചെന്നില്ലെങ്കിൽ ആദർശന് സംശയം തോന്നും. അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് ആദർശിനെ ഫോൺ വരുന്നത്. അയ്യോ, ആദർശനെ വിളിക്കണമെന്ന് പറയാം. എന്താ ആദർശേട്ടാ? അല്ല, നീ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അത് പിന്നെ ഇവിടെ ഒരു പാർട്ടി ഉണ്ട് ആദർശേട്ടാ, അതുകൊണ്ടാന്ന് പറയണ. ദേവേനെ ഇരുന്ന് ചിരിക്കുക. പാട്ട് കഴിയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നിരിക്കും. വന്നേക്കാം. അല്ല, അമ്മേനെ കണ്ടില്ലല്ലോ എന്ന് പറയണ. അമ്മേനെ നീ എവിടെ വെച്ച് കണ്ടായിരുന്നോ? അത് പിന്നെ അമ്മേനെ അവിടെ ഒന്ന് മിന്നായം പോലെ കണ്ടായിരുന്നു ആ ഫംഗ്ഷന്റെ സമയത്ത്, പിന്നെ ഞാൻ കണ്ടില്ല. ഒന്നാ ചിലപ്പോ അമ്മ പോയി കാണുമായിരിക്കും. നിനക്ക് അവാർഡ് കിട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് സഹിച്ച് കാണത്തില്ലായിരിക്കും എന്ന് പറയാം. അത് കേട്ടപ്പം ദേവേനെ അടുത്തിരുന്ന് ചിരിക്കുവാണ്. നയനയ്ക്കും ചിരി വന്നു. പക്ഷെ നയന പറഞ്ഞു, ആ ശരിയാ, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ആദർശേട്ടാന്ന് പറയണം. എന്നാ ശരി, ഞാൻ വെച്ചേക്കാം, നീ വന്നേക്കാൻ പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ഇനി ആദർശേട്ടന് വല്ല സംശയം തോന്നുന്നു. എന്ത്? അല്ല, നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ പുറത്തു പോകുന്നതില്ലേ, അവൻ അങ്ങനെ ഒരു സംശയം തോന്നാൻ വഴിയില്ലെന്ന് പറയാണ്. ഈ സമയം ആദർശ് ഇങ്ങനെ ആലോചിക്കുവാണ്. എന്തൊക്കെയോ എവിടെയൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ ആദർശിന് തോന്നുവാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.